ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരയിലേക്ക് ഒരു ഇന്ത്യൻ യുവ സൂപ്പർ താരത്തെ കൊണ്ടുവന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സോഴ്സ് ആയിക്കൊണ്ട് വരുന്നത് ഫൂട്ടി ഇന്ത്യയാണ്. അവർ പറയുന്നത് ഇന്ത്യൻ യുവ സ്ട്രൈക്കറായ മക്കാക്കമയും ഡാനിയേലിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സൗത്ത് യുണൈറ്റഡ് എഫ് സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് ഡാനിയലിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന ഒരു താരമാണ് ഡാനിയൽ. കേവലം 18 വയസ്സ് മാത്രമുള്ള താരത്തെ ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു എന്നാണ് ഫൂട്ടി ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്, ഒഫീഷ്യൽ കൺഫർമേഷൻ വരേണ്ടതുണ്ട്. ഏതായാലും സൗത്ത് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഇദ്ദേഹം. 18 വയസ്സ് മാത്രമാണ് ഈ താരത്തിന് ഉള്ളത്. മണിപ്പൂരുകാരനാണ്. പ്രധാനമായും സെൻട്രൽ ഫോർവേഡ് ആയിക്കൊണ്ട് അഥവാ സ്ട്രൈക്കർ ആയിക്കൊണ്ടാണ് ഇദ്ദേഹം കളിക്കുന്നത്. ഇനി നേരത്തെ ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗമാവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചെന്നൈയിൻ എഫ് സിയുടെ യൂത്ത് ടീമിൽ ഉണ്ടായിരുന്നു. അണ്ടർ 17, അണ്ടർ 21 ലെവലുകളിലൊക്കെ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് സൗത്ത് യുണൈറ്റഡ് എഫ് സിയുടെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം എത്തിയത്. എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ 2025 ഡ്യൂറന്റ് കപ്പിൽ ഹാട്രിക് നേടാൻ കഴിഞ്ഞ താരമാണ് ഡാനിയൽ. അതായത് ഡ്യൂറന്റ് കപ്പിന്റെ ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ഡാനിയലിന്റെ പേരിലാണ്. ആ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കുന്നത്. കൂടാതെ ഇന്ത്യൻ എയർഫോഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഒരു ഗോൾ അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 2025 കലണ്ടർ വർഷത്തിൽ 9 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകൾ നേടിയ ഒരു ഗോളടി വീരൻ തന്നെയാണ് ഡാനിയൽ. അദ്ദേഹത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വളരെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു യുവതാരമാണ്. അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നു എന്നാണ് ഫൂട്ടി ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.